ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫീച്ചർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ടാപ്പ് റഞ്ചസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇൻട്രൊഡക്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാപ്പ് റഞ്ചസിനെ കുറിച്ചാണ്. ടാപ്പ് റഞ്ചസ് എല്ലാവർക്കും അറിയാം. ഒരു ടാപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ടാപ്പ് റഞ്ച്. ടാപ്പ് റഞ്ചസ് ആർ യൂസ്ഡ് ടു അലൈൻ ആൻഡ് ഡ്രൈവ് ദി ഹാൻഡ് ടാപ്സ് കറക്റ്റ്ലി ഇൻ ടു ദി ഹോൾ ടു ബി ത്രെഡഡ്. ഒരു ഹാൻഡ് ടാപ്പ് നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ അത് പിടിച്ച് തിരിക്കുന്ന ഒരു പാർട്ടാണ് ടാപ്പ് റഞ്ച് എന്ന് പറഞ്ഞാൽ. ടാപ്പ് റഞ്ചസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് സച്ച് ആസ് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ റഞ്ച്, ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്, സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് എക്സെട്ര. ടാപ്പ് റഞ്ച് പലതരത്തിൽ ഉണ്ട്. പ്രധാനമായി ഉള്ളവ ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്, പിന്നെ ടീ ഹാൻഡിൽ ടൈപ്പ്, സോളിഡ് ടാപ്പ് റഞ്ച്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ടാപ്പ് റഞ്ചസ് ഉള്ളത്. ഇനി ഓരോന്നായിട്ട് എന്തൊക്കെയാണ് പരിശോധിക്കാം. ഫസ്റ്റ്, ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ഓർ ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച്. ഇതിന് ഡബിൾ എൻഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് എന്ന് പറയുന്നു. അതിൻ്റെ മറ്റൊരു പേരാണ് ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച്. ദിസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ടാപ്പ് റഞ്ച്. സാധാരണ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് ടാപ്പ് റഞ്ചാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വേരിയസ് സൈസസ് 175, 250, 350 mm ലോങ്. പല തരത്തിൽ നീളത്തിൽ ലഭ്യമാണ്. നമുക്ക് ടാപ്പിൻ്റെ വലിപ്പം അനുസരിച്ച് പല സൈസിൽ നമുക്കത് ഉപയോഗിക്കാം. ചെറിയ ടാപ്പിന് ചെറിയ നീളത്തിലുള്ള ടാപ്പ് റഞ്ച് ഉപയോഗിക്കാം, വലിയ ടാപ്പിന് വലിയ നീളത്തിലുള്ള ഉപയോഗിക്കാം. ദീസ് ടാപ്പ് റഞ്ചസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡയമീറ്റർ ടാപ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓപ്പൺ പ്ലേസസ് വേർ ദർ ഇസ് നോ ഒബ്സ്ട്രക്ഷൻ ഇൻ ടു ടേൺ ദ ടാപ്പ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇനി കുറച്ച് തിരിക്കാൻ വേണ്ടി ഒരു സ്പേസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്പേസുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്, കാരണം ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് ദി കറക്റ്റ് സൈസ് റഞ്ച്. ഇത് കറക്റ്റ് സൈസ് റഞ്ച് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. ഇതിന് വർക്കിൽ നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ സെൻറ്ററിലൊരു ഹോളുണ്ട്. ഈ ഹോളിലേക്ക് ടാപ്പിൻ്റെ ഷാങ്ക് കയറ്റിയതിനു ശേഷം ഇതിൻ്റെ ഹാൻഡിൽ തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ടൈറ്റ് ആകുന്നു, അത് ഉറപ്പിച്ച് നിർത്തുന്നു. അതിനുശേഷം നമുക്ക് ടാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്. ദീസ് ആർ സ്മാൾ അഡ്ജസ്റ്റബിൾ ചക്സ് വിത്ത് 2 jaws ആൻഡ് എ ഹാൻഡിൽ ടു ടേൺ ദ റഞ്ച്. അപ്പോൾ ഇതിന് നമ്മൾ ഡ്രിൽ ചക്കിനെ പോലെ ഒരു ചക്കുണ്ട്. ഈ ചക്കിൻ്റെ ഉള്ളിലാണ് സാധാരണഗതിയിൽ ഫിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് വളരെ ചെറിയ മോഡലാണ്. ഹെവി ലോഡൊന്നും നമുക്ക് ചെയ്യാൻ ഒരു കൈ കൊണ്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ ഇതാണത്. ദിസ് ടാപ്പ് റഞ്ച് ഈസ് യൂസ്ഫുൾ ഫോർ വർക്ക് ഇൻ റെസ്ട്രിക്റ്റഡ് പ്ലേസസ് ആൻഡ് ടേൺഡ് വിത്ത് 1 hand ഓൺലി. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൈ ഉപയോഗിച്ച് മാത്രം തിരിക്കുന്നു. ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മാൾ സൈസ് ടാപ്സ്. ചെറിയ ടാപ്പിന് നമുക്ക് 2 mm, 3 mm, 4 mm ഒക്കെ ചെറിയ ടാപ്പിന് മാത്രം ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ടൈപ്പ് ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്. അടുത്തതായിട്ട് പറയുന്നത് സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച്. ദീസ് റഞ്ചസ് ആർ നോട്ട് അഡ്ജസ്റ്റബിൾ. ഈ റഞ്ച് ഒരിക്കലും അഡ്ജസ്റ്റബിൾ അല്ല. ഇത് കറക്റ്റ് സൈസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദേ ക്യാൻ ബി ടേക്ക് ഓൺലി സർട്ടൻ ടൈപ്സ് ഓഫ് ടാപ്പ്. അപ്പോൾ ഇതിന് കണ്ടാൽ മാറി ഇതിന് പല ഷേപ്പിലുള്ള 3-4 ഹോൾസ് ഇതിന് മുകളിലുണ്ടാവും. ആ ഹോൾസിന് സ്യൂട്ടായ തരം ടാപ്പ് മാത്രം ഇതിൽ ഉപയോഗിക്കാം. ആ ഹോളിന് കറക്റ്റ് സ്യൂട്ടായത് മാത്രമേ ഇവിടെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദിസ് എലിമിനേറ്റ്സ് ദി യൂസ് ഓഫ് റോങ് ലെങ്ത് ഓഫ് ടാപ്പ് റഞ്ചസ് ആൻഡ് ദസ് പ്രിവെൻറ്റ്സ് ഡാമേജ് ഓഫ് ടാപ്പ്. അപ്പോൾ കറക്റ്റ് അളവിലുള്ള ഹോളായതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ ഡാമേജ് വരാൻ സാധ്യതയില്ല. കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം. നെക്സ്റ്റ്, മെറ്റീരിയൽ. ടാപ്പ് റഞ്ചിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. ടാപ്പ് റഞ്ചസ് ആർ മെയ്ഡ് ഫ്രം സിംഗിൾ പീസ് ഓഫ് സോളിഡ് കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ. ഇത് സോളിഡ് കാസ്റ്റ് അയൺ കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നു. കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ആർ യൂസ്ഡ് ബിക്കോസ് ഓഫ് സ്ട്രോങ്, ഡ്യൂറബിൾ ആൻഡ് അൺലൈക്ലി ഡിഫോം അണ്ടർ പ്രഷർ. ഇപ്പോൾ സ്റ്റീലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് വളയോ കൊടുകയും ചെയ്യില്ല. വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് പറയുന്നത് റിമൂവിങ് ബ്രോക്കൺ ടാപ്പ്. നമുക്ക് ടാപ്പ് നിങ്ങൾക്കറിയാം, തിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത, ത്രെഡ് ഫോം ചെയ്യുമ്പോൾ ഓവർലോഡ് മൂലം പല കാരണങ്ങളാൽ അത് പൊട്ടിപ്പോകാൻ കാരണമുണ്ട്. പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചിലപ്പോൾ കുറച്ച് തള്ളി നിൽക്കും. അതിന് പൊട്ടിയ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും, അല്ലെങ്കിൽ
പൊട്ടിയ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കാതെ ഫുള്ള് കറക്റ്റായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പല മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ഒഴിവാക്കേണ്ടി വരും. ആ ടാപ്പ് അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ പൊട്ടി കുടുങ്ങിയ ടാപ്പ് ഉപയോഗിക്കാനുള്ള ഊരിയെടുക്കാനുള്ള പല മെത്തേഡ്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എ ടാപ്പ് ബ്രോക്കൺ അബവ് ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ക്യാൻ ബി റിമൂവ്ഡ് യൂസിങ് ഗ്രിപ്പിംഗ് ടൂൾസ് ലൈക്ക് പ്ലേയേഴ്സ്. ആ ടാപ്പിൻ്റെ അറ്റം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പ്ലെയറോ പോലുള്ള ഉപകരണം വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ടാപ്സ് ബ്രോക്കൺ ബിലോ ദ സർഫസ് പോസ് എ പ്രോബ്ലം ഫോർ റിമൂവിങ്. എന്നാൽ ഇത് താഴെ ഒരിക്കലും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രൂപത്തിൽ പൊട്ടിയതാണെങ്കിൽ നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിച്ച് ഇത് ഊരിയെടുക്കാം. എനി വൺ ഓഫ് ദി സെവറൽ മെത്തേഡ്സ് ഗിവൺ ബിലോ ക്യാൻ ബി യൂസ്ഡ്. ഇതിന് പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഒരു പ്ലെയർ വെച്ചിട്ട് ഊരിയെടുക്കുന്നത് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റാണ് യൂസ് ഓഫ് ടാപ്പ് എക്സ്ട്രാക്ടർ. ടാപ്പ് എക്സ്ട്രാക്ടർ ഫിഗർ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്വയർഡ് ഫോർ ടാപ്പ് റേഞ്ചിന് വേണ്ടിയുള്ള മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. പുഷ് ഡൗൺ ഫോർ കോളർ പുഷ് ഡൗണിന് കാണാൻ പറ്റും. ഫിംഗേഴ്സ് താഴെ ബ്രോക്കൺ ടാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് വെരി ഡെലിക്കേറ്റ് ടൂൾ ആൻഡ് നീഡ് വെരി കെയർഫുൾ ഹാൻഡ്ലിംഗ്. ഇത് ഡെലിക്കേറ്റ് ടൂളാണ്, ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ദിസ് എക്സ്ട്രാക്ടർ ഹാസ് ഫിംഗേഴ്സ് വിച്ച് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓൺ ദ ഫ്ലൂട്ട്സ് ഓഫ് ദി ബ്രോക്കൺ ടാപ്പ്. ഇതിന് ബ്രോക്കൺ ടാപ്പിന് ഫ്ലൂട്ടുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലേക്ക് ടാപ്പ് എക്സ്ട്രാക്ടറിൻ്റെ ഫിംഗേഴ്സ് ഇറച്ചി വെക്കുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ 4 ഫിംഗേഴ്സ് കാണാൻ പറ്റും. ആ ഫിംഗേഴ്സ് ആ ടാപ്പിൻ്റെ ഫ്ലൂട്ടിലേക്ക് കറക്റ്റ് സ്യൂട്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദ സ്ലൈഡിംഗ് കോളർ ഈസ് ദെൻ ബ്രോട്ട് ഇൻ ടു ദ സർഫസ് ഓഫ് ദ വർക്ക് ആൻഡ് ദെൻ എക്സ്ട്രാക്ടർ ടേൺഡ് ടു ആൻറ്റി ക്ലോക്ക് വൈസ് ടു ഡയറക്റ്റ് ഔട്ട് ഓഫ് ദി ബ്രോക്കൺ ടാപ്പ്. ഇതൊരു സ്ലൈഡിംഗ് കോളർ ഉപയോഗിച്ചിട്ട് നമ്മളിത് താഴ്ത്തി വെക്കുകയും അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് നമുക്ക് ടാപ്പ് ഊരിയെടുക്കാൻ പറ്റും. എ ലൈറ്റ് ബ്ലോ ഓഫ് ബ്രോക്കൺ ടാപ്പ് വിത്ത് എ പഞ്ച് ടു ഹെൽപ്പ് റിലീവ് ദ ടാപ്പ് ഇറ്റ് ജാംഡ് ഇൻസൈഡ് ദ ഹോൾ. ആ ഹോളിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ ഹോൾ ജാമായി കഴിഞ്ഞാൽ ജസ്റ്റ് പഞ്ച് ഉപയോഗിച്ച് ആദ്യം തട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഊരിയെടുക്കാൻ എളുപ്പമായിരിക്കും. അടുത്തൊരു മെത്തേഡാണ് പറയുന്നത് യൂസ് ഓഫ് പഞ്ച്. ഇൻ ദിസ് മെത്തേഡ് ദ പോയിൻ്റ് ഓഫ് ദ പഞ്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫ്ലൂട്ട് ഓഫ് ദി ബ്രോക്കൺ ടാപ്പ് ഇൻ ആൻ ഇൻക്ലിനേഷൻ ആൻഡ് സ്ട്രക്ക് വിത്ത് എ ഹാമർ. അപ്പോൾ ഈ മെത്തേഡിൽ ഒരു പഞ്ച് ഉപയോഗിച്ച് നമ്മൾ സൈഡിൽ തട്ടി ഊരിയെടുക്കുന്ന പോലാണ് ചെയ്യുന്നത്. ദ പൊസിഷനിങ് ഓഫ് ദ പഞ്ച് ഷുഡ് ബി സച്ച് ദാറ്റ് ബ്രോക്കൺ ടാപ്പ് ഈസ് റൊട്ടേറ്റഡ് ആൻറ്റി ക്ലോക്ക് വൈസ് വെൻ സ്ട്രക്ക്. നമ്മൾ പഞ്ച് ഉപയോഗിച്ച് അടിക്കുമ്പം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തട്ടി ഊരി തിരിച്ചിട്ട് ഊരിയെടുക്കുന്ന പോലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പഞ്ചും ഹാമർ വെച്ചിട്ട് നമുക്ക് ഈ രൂപത്തിൽ ടാപ്പ് ഊരിയെടുക്കാൻ പറ്റും. അടുത്തൊരു മെത്തേഡാണ് അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ഓഫ് ദ ടാപ്പ്. ദിസ് ഈസ് എ മെത്തേഡ് അഡോപ്റ്റഡ് വെൻ അതർ മെത്തേഡ് ഫെയിൽ. മറ്റുള്ള മെത്തേഡ്സൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. ഇൻ ദിസ് പ്രോസസ് ദ ബ്രോക്കൺ ടാപ്പ് ഈസ് ഹീറ്റഡ് ബൈ ഫ്ലെയിം ഓർ ബൈ അതർ മെത്തേഡ്സ് ഫോർ അനീലിംഗ്. നമുക്കറിയാം അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡൻ കൂടിയ ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ആക്കാനുള്ള ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്കൊരു ഫ്ലെയിം ഉപയോഗിച്ച് ടാപ്പ് ചൂടാക്കിയതിന് ശേഷം വളരെ സാവധാനം തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് അനീലാവും. അതിൻ്റെ ആ ഹാർഡായിട്ടുള്ള ടാപ്പ് സോഫ്റ്റായിട്ട് മാറും. അങ്ങനെ സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിന് മുകളിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റും. എ ഹോൾ ഈസ് ദെൻ ഡ്രിൽഡ് ഓൺ ദ അനീൽ ടാപ്പ്. അങ്ങനെ സോഫ്റ്റ് ആക്കിയ ഡ്രില്ലിൻ്റെ മുകളിൽ നമ്മളൊരു ഹോൾ ഡ്രില്ല് ചെയ്യുന്നു. ദ റിമൈനിങ് പീസ് ക്യാൻ ബി റിമൂവ്ഡ് ഐദർ ബൈ ഡ്രിഫ്റ്റ് ഓർ യൂസിങ് ഈസി ഔട്ട് എക്സ്ട്രാക്ടർ. ആ ചിത്രത്തിൽ കാണുന്ന ഒരു ഈസി ഔട്ട് എക്സ്ട്രാക്ടറാണ്. അപ്പോൾ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഈ ഈസി ഔട്ട് എക്സ്ട്രാക്ടർ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വർക്ക് പീസസ് വിത്ത് ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ അലുമിനിയം കോപ്പർ. അപ്പോൾ ഇതിൻ്റെ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ ടെമ്പറേച്ചർ ഒരുക്കുന്ന മെറ്റലൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അലുമിനിയം കോപ്പറൊന്നും നമുക്കതിന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് യൂസ് ഓഫ് ആർക്ക് വെൽഡിങ്. ദിസ് ഈസ് സ്യൂട്ടബിൾ മെത്തേഡ് വെൻ എ സ്മാൾ ടാപ്പ് ഈസ് ബ്രോക്കൺ അറ്റ് ദി ബോട്ടം ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ആൻഡ് അലുമിനിയം. അപ്പോൾ നമുക്ക് ചെറിയ ടാപ്പൊക്കെ വെച്ചിട്ട്
പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ പറ്റും. ഇൻ ദിസ് മെത്തേഡ് ദ ഇലക്ട്രോഡ് ഈസ് ബ്രോട്ട് ഇൻ ടു കോൺടാക്ട് വിത്ത് ദ ബ്രോക്കൺ ടാപ്പ് ആൻഡ് സ്ട്രക്ക് സോ ദാറ്റ് ഇറ്റ് ഈസ് അറ്റാക്ക്ഡ് ബൈ ദ ബ്രോക്കൺ ടാപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ടാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ആ ടാപ്പിൻ്റെ മുകളിൽ ഇലക്ട്രോഡ് പിടിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ ഇലക്ട്രോഡ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് ഊരിയെടുക്കാൻ പറ്റും. ദ ടാപ്പ് മേ ബി റിമൂവ്ഡ് ബൈ റൊട്ടേറ്റിംഗ് ദി ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് തിരിച്ചതിന് ശേഷം നമുക്ക് ടാപ്പ് ഊരിയെടുക്കാൻ പറ്റും. അടുത്തത് യൂസ് ഓഫ് നൈട്രിക് ആസിഡ്. ഇൻ ദിസ് മെത്തേഡ് നൈട്രിക് ആസിഡ് ഈസ് ഡൈല്യൂട്ടഡ് ഇൻ എ പ്രൊപ്പോർഷൻ ഓഫ് അബൌട്ട് 1 പാർട്ട് ഓഫ് ആസിഡ് ടു 5 പാർട്ട് ഓഫ് വാട്ടർ ഇഞ്ചക്റ്റഡ് ഇൻസൈഡ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ആസിഡ് എന്ന് പറഞ്ഞാൽ എല്ലാം നിർവീര്യമാക്കുന്ന സാധനമാണ്. അതുപോലെ നൈട്രിക് ആസിഡ് 1:5 എന്നുള്ള വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹോളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ദി ആക്ഷൻ ഓഫ് ദ ആസിഡ് ലൂസൺസ് ദി ടാപ്പ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് വിത്ത് ആൻ എക്സ്ട്രാക്ടർ വിത്ത് ഓർ നോട്ട് നോസ് പ്ലെയർ. അപ്പം ഇതിന് ശേഷം ഈ ആസിഡിൻ്റെ പ്രവർത്തനം മൂലമായി ഇതിനുള്ളിൽ ലൂസാവുകയും അതിൻ്റെ ചിപ്സൊക്കെ മാറിയിട്ട് കുറച്ച് ലൂസാവുകയും അതിനുശേഷം ഒരു പ്ലെയറോ എക്സ്ട്രാക്ടറോ ഉപയോഗിച്ച് ഊരിയെടുക്കുകയും ചെയ്യുന്നു. ദി വർക്ക് പീസ് ഷുഡ് ബി ത്രോലി ക്ലീൻഡ് ഫോർ പ്രിവെൻറ്റിങ് ഫർദർ ആക്ഷൻ ഓഫ് ആസിഡ്. ആസിഡ് പിന്നെയും ആക്ട് ചെയ്യാതിരിക്കാനായിട്ട് ശരിക്കും അതിന് ശേഷം ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും ടാപ്പിനെ കേടുവരുത്തും. അടുത്ത സ്പാർക്ക് എറോഷൻ. ഫോർ ദി സാൽവേജിങ് സർട്ടൻ പ്രസിഷൻ ഓഫ് കോമ്പണൻസ് ഡാമേജ്ഡ് ഡ്യൂ ടു ബ്രേക്കേജ് ഓഫ് ടാപ്സ് സ്പാർക്ക് ഇറോഷൻ ക്യാൻ ബി യൂസ്. നമ്മൾ പ്രസിഷൻ ഇൻസ്ട്രുമെൻ്റൊക്കെ എന്ത് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഈ സ്പാർക്ക് ഇറോഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇൻ ദിസ് പ്രോസസ് ദ മെറ്റൽ ബ്രോക്കൺ ടാപ്പ് ഈസ് റിമൂവ്ഡ് ബൈ മീൻസ് ഓഫ് റെപ്പറ്ററി സ്പാർക്ക് ഡിസ്ചാർജ്. നമുക്ക് എന്ത് ഇലക്ട്രിക്കൽ സ്പാർക്ക് കൊടുത്തിട്ട് അതിൽ ഡിസ്ചാർജ് മൂലമാണ് ഇത് ഊരിയെടുക്കുന്നത്. ദി ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ദി ഇലക്ട്രോ കണ്ടക്റ്റീവ് വർക്ക് പീസ് ടാപ്പ് ആൻഡ് ദെൻ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് എൻട്രോഡഡ് ബോത്ത് ഫ്രം ദ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ്. അപ്പോൾ അത് ഈ ഡിസ്ചാർജ് കൊടുത്തതിന് ശേഷം അതിൽ പൊടിയൊക്കെ ഇന്ന് മാറ്റിയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന മെത്തഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അസിസ്റ്റിംഗ് ടൂൾസ് റൊട്ടേറ്റിംഗ് ബ്രോക്കൺ ടാപ്പ് ഊരിയെടുക്കാൻ വേണ്ടി പല മെത്തേഡ്സും ഇതിന് ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് പറയുന്നത് റിമൂവിങ് ബ്രോക്കൺ സ്റ്റഡ്. ഒരു സ്റ്റഡ് എന്നാണ് നമുക്ക് പരിശോധിക്കുക ആദ്യം. സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലെസ് ബോൾട്ട്സ് ആർ കാൾഡ് സ്റ്റഡ്. സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾട്ടിനെ പോലെ തന്നെയാണ്, രണ്ട് ഭാഗത്തും ത്രെഡ് ഉണ്ടായിരിക്കും, എന്നാൽ അതിന് ഹെഡ് ഉണ്ടായിരിക്കില്ല. ദ സ്റ്റഡ് ഈസ് യൂസ്ഡ് പ്ലേസസ് ഓഫ് ദ ബോൾട്ട് വെൻ ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് സ്പേസ് ടു അക്കോമഡേറ്റ് ദി ബോൾട്ട് ഹെഡ് ഓർ ടു അവോയ്ഡ് യൂസ് ഓഫ് അൺനെസറി ലോങ് ബോൾട്ട്. അപ്പോൾ ലെങ്ത്ത് കൂടിയ ബോൾട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബോൾട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് ഈ സ്റ്റഡ് സാധനം ഉപയോഗിക്കാറുണ്ട്. സ്റ്റഡ്സ് ആർ ജനറലി യൂസ്ഡ് ടു ഫിക്സ് ദി കവർ പ്ലേറ്റ്സ് ഓർ ടു കണക്ട് സിലിണ്ടർ കവേഴ്സ് ടു എൻജിൻ സിലിണ്ടർ. സാധാരണ എൻജിൻ സിലിണ്ടറിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈ സ്റ്റഡാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ നമുക്ക് വാട്ടർ മോട്ടറിൻ്റെയൊക്കെ ഫ്ലാഞ്ച് ടൈറ്റ് ചെയ്യുന്നതും സ്റ്റഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൽ പഠിക്കുന്നത് നമ്മൾ എങ്ങനെ സ്റ്റഡ് ഇതേമാതിരി പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഊരിയെടുക്കാം, ഇതാണ് ഇത് പഠിക്കുന്നത്. റീസൺസ് ഫോർ ബ്രേക്കേജ് ഓഫ് സ്റ്റഡ് ബോൾട്ട്. ഇങ്ങനെ സ്റ്റഡും ബോൾട്ടും പൊട്ടിപ്പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എക്സസീവ് ടോർക്ക് ഈസ് അപ്ലൈഡ് വൈൽ സ്ക്രൂയിങ് ദ സ്റ്റഡ് ഇൻ ടു ഹോൾ. ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടോർക്ക് ബലം കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൊറോസീവ് അറ്റാക്ക് ഓൺ ദി ത്രെഡ്. കുറേ കഴിയുമ്പോൾ ഇതിൽ ത്രെഡിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മാച്ചിങ് ത്രെഡ്സ് ആർ നോട്ട് പ്രോപ്പർ ഫോർമേഷൻ. ഇതിന് ഉപയോഗിക്കുന്ന ത്രെഡ് കറക്റ്റ് അലൈൻ ചെയ്തില്ലേ സംഭവിക്കുന്നത്. BSW ആണെങ്കിൽ കറക്റ്റ് BSW തന്നെ രണ്ടും ആയിരിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ത്രെഡ്സ് ആർ സീസ്. ത്രെഡ് കേടുവന്നാൽ സംഭവിക്കും. അടുത്തത് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഊരാൻ നോക്കാം. ഒന്നാമത്തെ പ്രിക്ക് പഞ്ച് മെത്തേഡ്. നമ്മൾ ടാപ്പ് ഊരുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇഫ് ദ സ്റ്റഡ് ഈസ് ബ്രോക്കൺ വെരി നിയർ ടു സർഫസ് ഡ്രൈവ് ഇറ്റ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ യൂസിങ് എ പ്രിക്ക് പഞ്ച് ഓർ ഹാമർ ടു റിമൂവ് ഇറ്റ്. നമുക്ക് വളരെ അടുത്താണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഹാമറും പ്രിക്ക് പഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡോട്ട് ഇട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. ഫയലിംഗ് സ്ക്വയർ ഫോം. അടുത്ത മെത്തേഡാണ് ഫയലിംഗ് സ്ക്വയർ ഫോം. വെൻ ദ സ്റ്റഡ് ഈസ് ബ്രോക്കൺ എ ലിറ്റിൽ അബവ് ദ സർഫസ് ഫോം എ സ്ക്വയർ ഓൺ ദ പ്രൊജക്റ്റിംഗ് പോർഷൻ ടു സ്യൂട്ട് സ്റ്റാൻഡേർഡ് സ്പാൻ. ഇത് കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഈ സ്റ്റഡ് പൊട്ടിയതെങ്കിൽ അതിന് മുകളിൽ ഫയൽ ഉപയോഗിച്ച് ഒരു സ്ക്വയറായിട്ട് ഫോം ചെയ്യും, ഒരു സ്ക്വയർ ഹെഡ് ഫോം ചെയ്യും. ഫയൽ ഉപയോഗിച്ച് സ്ക്വയർ ഷേപ്പിൽ ഫയൽ ചെയ്യും. അതിനുശേഷം
ഒരു സ്പാനറിൻ്റെ കറക്റ്റ് സൈസ് ആക്കിയതിന് ശേഷം ആ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ദെൻ ടേൺ ഇറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് യൂസിങ് എ സ്പാനർ ടു റിമൂവ് ഇറ്റ്. അതിനുശേഷം ഒരു സ്പാനർ ഉപയോഗിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അടുത്ത യൂസിങ് എ സ്ക്വയർ ടാപ്പർ പഞ്ച്. ഒരു ടാപ്പർ ഷേപ്പ് പഞ്ച് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഊരിയെടുക്കാൻ നോക്കാം. ബ്രോക്കൺ സ്റ്റഡ് ക്യാൻ ബി ആൾസോ ബി റിമൂവ്ഡ് ബൈ ഡ്രില്ലിങ് എ ബ്ലൈൻഡ് ഹോൾ ഡയമീറ്റർ ഈക്വൽസ് ടു ഹാഫ് ഓഫ് സ്റ്റഡ് ഡയമീറ്റർ ആൻഡ് ഡ്രൈവിങ് എ സ്ക്വയർ ടാപ്പർ പഞ്ച് ഇൻ ടു ഹോൾ ഷോൺ ഫിഗർ. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ആദ്യം സ്റ്റഡിൻ്റെ മുകളിൽ ഒരു ഹോള് ഡ്രില്ല് ചെയ്യുന്നു. അതിനുശേഷം ഒരു ടാപ്പർ പഞ്ച് അതിനുള്ളിലേക്ക് അടിച്ചിറക്കുന്നു. അതിനുശേഷം നമ്മൾ ഊരിയെടുക്കുന്നു. ടേൺ ദ പഞ്ച് യൂസിങ് എ സ്യൂട്ടബിൾ സ്പാനർ ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടു അൺസ്ക്രൂ ത്രെഡ്. അതിനുശേഷം ത്രെഡ് ഒരു സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കുന്നു. അടുത്ത ഈസി ഔട്ട് മെത്തേഡ്. ഈസി ഔട്ട് സ്റ്റഡ് എക്സ്ട്രാക്ടർ ഈസ് എ ഹാൻഡ് ടൂൾ സംവാട്ട് സിമിലർ ടു ദ ഫോം ഓഫ് ടാപ്പർ റീമർ ബട്ട് ദ ലെഫ്റ്റ് ഹാൻഡ് സ്പൈറൽ. ഈസി ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു റീമറിൻ്റെ ഷേപ്പിൽ തന്നെയാണ്. അതിന് ചെറിയ പല്ലുകൾ പോലുള്ള ഭാഗം ഉണ്ടാവും. ഓക്കെ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ സെറ്റ് ഓഫ് 5 പീസസ്. ദ റെക്കമെൻഡഡ് ഡ്രിൽ സൈസ് പഞ്ചഡ് ഈസി ഔട്ട്. അപ്പോൾ ഓരോ ഡ്രിൽ സൈസിനും കറക്റ്റായിട്ടുള്ള പലതരത്തിലുള്ള ഈസി എക്സ്ട്രാക്ടർ ഉണ്ട്. ആ ഒരു 5 സെറ്റ് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ആഫ്റ്റർ ഡ്രില്ലിംഗ് ദി ഹോൾ റെക്കമെൻഡഡ് ഈസി ഔട്ട് സെറ്റ് ആൻഡ് ടേൺഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ബൈ ടാപ്പ് റഞ്ച്. അപ്പോൾ ഇങ്ങനെ സ്റ്റഡ് പൊട്ടിയാൽ അതിനുള്ളിലേക്ക് ഒരു ഡ്രിൽ ഹോൾ ചെയ്തിട്ട് ഈ ഈസി ഔട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റിയതിന് ശേഷം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ആസ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് പെനിട്രേറ്റ്സ് ഇൻ ടു ഹോൾ ഇൻക്രീസിങ് ദ ഗ്രിപ്പ് ആൻഡ് പ്രോസസ് ബ്രോക്കൺ സ്റ്റഡ് ഗെറ്റ്സ് അൺസ്ക്രൂഡ്. അതിനുശേഷം നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് സ്റ്റഡ് ഒഴിവാക്കാൻ പറ്റും. അടുത്ത മേക്കിംഗ് എ ഡ്രിൽ ഹോൾ. Correctly find the center of the broken stud drill hole nearly equal to the core diameter of the stud hole center and threads are only remain. അപ്പോൾ അത് ഇതിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ള ഇതൊക്കെ പരാജയപ്പെടുമ്പോൾ ആ എന്താണോ അതിൻ്റെ സ്റ്റഡ് സൈസ് അതിന് കറക്റ്റ് ഉള്ളിലുള്ള അളവിന് വലിയൊരു ഹോൾ ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിമൂവ് ദി ത്രെഡ് പോർഷൻ ബൈ പോയിൻ്റ് സ്ക്രൈബ്. അതിനുശേഷം ഇനി പോവാത്ത ചെറിയ ത്രെഡിൻ്റെ ഭാഗങ്ങളൊക്കെ അത് സ്ക്രൈബർ ഉപയോഗിച്ച് ഒഴിവാക്കുന്നു. റീടാപ്പ് ദ ഡ്രിൽ ഹോൾ ക്ലിയർ ദ സ്റ്റഡ്. അതിനുശേഷം വലിയൊരു ടാപ്പ് ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ഇഫ് ആൾ മെത്തേഡ് ഫെയിൽ. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. ഒരു വലിയ ഡ്രില്ല് ഹോൾ ചെയ്തിട്ട് നമ്മൾ ടാപ്പ് മൊത്തത്തിൽ അതിന് ഡ്രില്ല് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചെറിയ പോയിൻ്റൊക്കെ നമ്മൾ സ്ക്രൈബർ ഉപയോഗിച്ച് മാറ്റുന്നു. ഇഫ് ആൾ അതർ മെത്തേഡ് ഫെയിൽ ഡ്രിൽ എ ഹോൾ ഈക്വൽ ടു ദി സൈസ് ഓഫ് സ്റ്റഡ് ലിറ്റിൽ കവർ. അതിനുശേഷം ഇത് വീണ്ടും എല്ലാ മെത്തേഡും ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ടാപ്പിൻ്റെ അളവ് ആ സ്റ്റഡിൻ്റെ അളവ് ഈ സ്റ്റഡിൻ്റെ അളവ് തന്നെ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാപ്പ് റഞ്ചും അതുപോലെ പൊട്ടിയ ടാപ്പ് നമുക്ക് എങ്ങനെ ഊരിയെടുക്കാം, അതുപോലെ പൊട്ടിയ സ്റ്റഡ് നമുക്ക് എങ്ങനെ ഹോളിൽ നിന്ന് ഊരിയെടുക്കാം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് എവരിബഡി.